ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഊണ് കഴിക്കാൻ പാകത്തിന് എങ്ങനെ ബീഫ് ഉപ്പിൽ വേവിച്ചെടുക്കാം എന്നുള്ള ഒരു നല്ല വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. നമ്മളെപ്പോഴും കുറേ മസാലകളൊക്കെ ചേർത്താണല്ലോ കറി വയ്ക്കുന്നത്. മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഗരം മസാല അതെല്ലാം ചേർത്ത് നമ്മൾ കറി വയ്ക്കണം. അപ്പോൾ നമുക്കൊരു ദിവസം നമുക്കതൊന്നുമില്ലാതെ ഉപ്പിൽ ചേർച്ച് കൂട്ടി ഒന്ന് ഭക്ഷണം കഴിച്ച് നോക്കാം. ഇങ്ങനെ ഇടുന്ന് നോക്കാം. അതിൻ്റെ സൂപ്പൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് വരും. മസാലകളൊക്കെ ചേർത്ത് ബീഫിൻ്റെ ശരിയായൊരു ടേസ്റ്റ് നമ്മൾ ഇല്ലാതാക്കുന്നില്ല. അപ്പം നമുക്ക് ഊണ് കഴിക്കാൻ പാകത്തിന് അത് എങ്ങനെ സ്വാദിഷ്ടമായ രീതിയിലാക്കിയെടുക്കാം, ആ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിട്ടേക്ക്. ഇവിടെ ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ കഴുകിയെടുത്ത വെള്ളമൊക്കെ ശരിക്കും മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. പിന്നെ നമുക്കൊരു 2 കതിര് വേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. അതുപോലെ ഒരു 10 കാന്താരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സാധാരണ പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തൊക്കെ കിട്ടിക്കോളും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ വേവിക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ആ സമയം ഇതിലേക്ക് ഒന്ന് മൂപ്പിച്ചിടാനുള്ള കുറച്ച് ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 കപ്പ് ചെറിയ ഉള്ളിയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് നമുക്ക് നല്ലതുപോലെ മുരിയിച്ചെടുക്കാം. ഇതിൽ കുറച്ച് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളി, വേപ്പിലൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്, പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ വേണ്ട. നമ്മളിത് ഈ ഉള്ളി ശരിക്കും ബ്രൗൺ ഷെയ്ഡ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം, ലാസ്റ്റ് ഇറക്കാറാവുമ്പോൾ മാത്രം നമ്മളത് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരുവിധം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ബീഫ് എന്തായെന്നൊന്ന് നോക്കാം. ഇപ്പോൾ ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മൊരിയിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി മൊരിഞ്ഞു വന്നിട്ട് ഇതിലേക്ക് ഇനി നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ കളറ് മാറരുത്. അതുകൊണ്ടാണ് പച്ചമുളക് നമ്മൾ ഈ ടൈമിൽ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, പുട്ടിൻ്റെ കൂടെയും അതുപോലെ തന്നെ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല രസമാണ്. ഇനി നമുക്ക് ഈ താളിപ്പ് ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം സ്റ്റൗവിൽ നിന്ന് താഴെ ഇറക്കുക. കാരണം ആ താളിപ്പിൻ്റെ ഒക്കെ ടേസ്റ്റ് ആ ബീഫിലേക്കും അതുപോലെ ആ ഗ്രേവിയിലേക്കും ആ സൂപ്പിലേക്കൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.